ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ ഈ ദിനത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സംഖ്യാപുസ്തകം 34 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവ 2-ാം അധ്യായം 3-ാം വാക്യം. യെരിഹോ രാജാവ് രാഹാബിൻ്റെ അടുക്കൽ ആളയച്ചു. ഇസ്രായേലിലെ ഒറ്റുകാർക്ക് അഭയം നൽകിയ യെരിഹോവിലെ ഒരു സ്ത്രീ ആയിരുന്നു രാഹാബ്. ഈ പേരിൻ്റെ അർത്ഥം വിശാലം എന്നാണ്. പുരാതന കാലത്ത് വ്യാപാരത്തിന് വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു പട്ടണമായിരുന്നു യെരിഹോ. ഈന്തപ്പനകളുടെ പട്ടണമെന്നാണ് ഈ പട്ടണത്തെ വിളിച്ചിരുന്നത്. ഇക്കാലത്തും ഈന്തപ്പനകൾ അവിടെ സുലഭമായി കാണുന്നുണ്ട്. ഇവിടെ രാഹാബിനെ വിശേഷിപ്പിക്കുന്ന പദം വേശ്യ എന്നാണ്. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കുന്ന അർത്ഥമല്ല ആ പദത്തിനെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അന്നത്തെ യാത്രക്കാർക്കും വാണിജ്യ ആവശ്യങ്ങൾക്കായി വരുന്നവർക്കും താമസിക്കുവാനായി ഇന്നുള്ളതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ അന്നില്ലായിരുന്നു. അതിനാൽ ഇത്തരം ആവശ്യക്കാർക്കായി ചിലർ ഭവനങ്ങൾ ക്രമീകരിച്ചിരുന്നു. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ അന്നത്തെ ആൾക്കാർ വിശേഷിപ്പിച്ചിരുന്നത് ഇങ്ങനെ ആയിരുന്നു എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന് തെളിവായി യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്ന് കാണുന്നു. 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവൾ കോട്ട മതിലിന്മേൽ താമസിച്ചിരുന്നു എന്ന് പറയുന്നു. അവൾ അവരെ കിളിവാതിലിലൂടെ കയറുകെട്ടി ഇറക്കി എന്നും പറയുന്നുണ്ട്. ഇവയൊക്കെയും കൊണ്ട് തന്നെ ആ ഭവനത്തിലെ സ്ഥല സൗകര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പകൽക്കാലത്ത് രാഹാബിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാമെന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ദൈവത്തോടും ഇസ്രായേലിനോടും വിശ്വസ്തതയുള്ള വ്യക്തിയായിരുന്നു രാഹാബ്. യോശുവ 2-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ മിസ്രയീമിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു എന്ന് രാഹാബ് പറയുന്നുണ്ട്. ഇതിലൂടെ ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തിയ ദൈവത്തെക്കുറിച്ച് രാഹാബ് വ്യക്തമായി അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിലൂടെ യഹോവ തന്നെയാണ് സത്യദൈവം എന്ന് അവൾ വിശ്വസിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ തലമുറ അഥവാ ഇന്നത്തെ സമൂഹം സത്യദൈവത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവിടെ രാഹാബ് പറയുന്നു യഹോവ തന്നെയാണ് സത്യദൈവം എന്ന്. എന്നാൽ ആ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്കിന്ന് കഴിഞ്ഞിട്ടുണ്ടോ? രണ്ടാമതായിട്ട് വിശ്വസ്തത രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഒറ്റുകാർക്ക് അഭയം നൽകുന്നു എന്നറിഞ്ഞ് യെരിഹോവിലെ രാജാവ് ആവശ്യപ്പെട്ടിട്ടും അവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവർക്ക് രക്ഷപ്പെടുവാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന രാഹാബിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഒരു നാൾ യെരിഹോ കീഴടക്കുവാൻ യഹോവ ഇടയാക്കുമ്പോൾ തൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്രകാരം തന്നെ രാഹാബും സകുടുംബവും യഹോവയുടെയും ഇസ്രായേല്യരുടെയും കാരുണ്യത്തിന് പാത്രീഭൂതരായിട്ട് തീരുന്നുണ്ട്. അങ്ങനെ യേശുവിൻ്റെ വംശാവലിയിലും ഇടം നേടുവാൻ രാഹാബിന് സാധിച്ചു. പ്രിയ വിശ്വാസ സമൂഹമേ, ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് തീരുന്നത്. ദൈവത്തോടും സഹജീവികളോടും വിശ്വസ്തത പാലിക്കുന്നവരായി തീരുവാൻ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, രാഹാബിൻ്റെ വിശ്വസ്തതയോടെയുള്ള ജീവിതം അവൾക്കും കുടുംബത്തിനും രക്ഷയ്ക്ക് കാരണമായതുപോലെ ഞങ്ങളെയും വിശ്വസ്തതയുള്ളവർ ആക്കണമേ. ആമേൻ.